സ്റ്റുഡൻ്റായിട്ട് ജർമ്മനിയിലും പോണ്ടിലും വന്നിരിക്കുന്ന എല്ലാവരുടെയും സംശയമാണ് ഹസ്ബൻഡ് ഓർ വൈഫ് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ A1 ലെവലിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. ജർമ്മനി പോണ്ടിലാണ് ഈ ഒരു കേസ് കിട്ടും വേണ്ട, ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. B1 B2 ലെവലൊക്കെ സ്റ്റുഡൻറ്റിന് മാത്രമാണ്, ഡിപ്പെൻഡൻറ്റിന് ഇതൊന്നും ആവശ്യമില്ല. B1 ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റൊന്നുമല്ല, എങ്കിലും അത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ജർമ്മനിയിൽ ഈ ലാംഗ്വേജ് മസ്റ്റാണ്. മെയിനായിട്ട് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒരു 10 lakhs എങ്കിലും കാണിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 6 മാസം കഴിയാതെ 6 മാസം എങ്കിലും കഴിയാതെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഉറപ്പായിട്ട് റിജക്ഷൻ ആവും. 6 മാസം വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ജർമ്മനിയിൽ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, 2 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ കോൺട്രാക്റ്റൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റും. അതിന് തന്നെ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഫാമിലിനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് 2 പേർക്കും കൂടി 2 പേരുടെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം വെച്ച് ബ്ലോക്കഡ് അക്കൗണ്ട് കാണിച്ചതിന് ശേഷം മാത്രം ഫാമിലിക്ക്, അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ പോളിൻ്റെ കേസിട്ട് ഏതെങ്കിലും ഒരു നല്ല അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നല്ലതായിട്ട് ചെയ്യുന്നത്, ലോക്കലി നമ്മളെ രാജ്യക്കാരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് കാർഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, വിസയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ലോയറെ കണ്ടിട്ട് അവരുടെ മാത്രം കൊടുക്കുക. ജർമ്മനിയുടെ കേസിലും അങ്ങനെ തന്നെ കൊടുക്കുക. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വന്ന് ചാടിക്കറി അപ്പം തന്നെ ഡിപ്പെൻഡൻ്റ് ഒക്കെ വന്നിട്ട് 6-7 മാസം കഴിയാതെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യരുത്.